ഹായ് ഫ്രണ്ട്സ്, തൊല്ലതാണ്. കുറച്ച് ദിവസങ്ങൾ റെഡിമീഡിയം ചെയ്തിട്ടില്ല ഞാൻ. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് അതേമാതിരി CNG പഴമുള്ള വണ്ടി തന്നെയാണ്. 2010 മോഡലാണ്, റിസർവേഷൻ വന്ന വണ്ടിയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുറച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പറയാനുള്ളത്, പല ആൾക്കാരും വിളിക്കുന്നത് 2005 2009 വരെയുള്ള വണ്ടികൾ അത് കിട്ടാനുണ്ടോ, എത്ര വില കൊടുക്കണം, എത്ര മാർക്കറ്റ് ഉണ്ടെന്നൊക്കെ. അതിന് ആ ഒരു വണ്ടി എടുക്കണ്ടേ എന്നുള്ളത് നിങ്ങൾ ഈ വണ്ടി ഒന്ന് ഓടിച്ച് കഴിഞ്ഞ് തീരുമാനിക്കുക കേട്ടോ, ഏതാണ് വേണ്ടതെന്നുള്ളത്. അത്രയും വില കൊടുത്ത സാധനം വാങ്ങിക്കണം എന്നില്ല, ഈ ഒരു മുതൽ വാങ്ങിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു ഹെവി ക്രാങ്ക് വണ്ടിയാണ്. 2005 മുതൽ വന്ന വണ്ടി 2004 ലാസ്റ്റ് മുതൽ 2010 വരെ വന്നിട്ടുണ്ട്. 2010 ലാസ്റ്റ് ആണ് എഞ്ചിൻ. പക്ഷേ ഈ ഒരു കസ്റ്റമർ സത്യം പറഞ്ഞത് ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ എന്ന് സംശയമാണ് വണ്ടിക്ക്. ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞപ്പോഴാണ് മൂപ്പരത് ക്രാങ്ക് വെയിറ്റ് കൂട്ടണം എന്ന് പറയുന്നത്. ഓൾറെഡി ക്രാങ്ക് വെയിറ്റുള്ള വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക്. ആദ്യം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് പഠിക്കണം എന്നുള്ളവർക്ക് ഒരു വീഡിയോ കൊടുക്കുക. നമ്മളൊരു സബ്സ്ക്രൈബർ കുറേ ദിവസമായി പറഞ്ഞു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് പഠിക്കാമോ എന്നുള്ളത് വീഡിയോ വെച്ചിട്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. ആദ്യം ശ്രദ്ധിക്കാനുള്ള കാര്യം, പഴയ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് കാല്, ഇടത്തെ കാല് ബ്രേക്കിന് നമ്മൾ സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ പഴയ വണ്ടി, ബാക്കിയുള്ള വണ്ടി ഉപയോഗിക്കും, ഇടത്തെ കാലിൽ നമുക്ക് ഗിയറാണ് വരിക. അപ്പം നമ്മൾ ഇടത്തെ കാല് ബ്രേക്കിൻ്റെ മുകളിൽ സെറ്റാക്കി വെക്കുക. വലത്തെ കൈയും ബ്രേക്ക്, ഇടത്തും വലത്തും, ഫ്രണ്ട് ബ്രേക്ക് വലത്ത്, ബ്രേക്ക് ഇടത്ത്. ഈ ഒരു സിസ്റ്റം നമ്മൾ വണ്ടിയിൽ മുകളിൽ വെറുതെ ഇരുന്നിട്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വെറുതെ ഇങ്ങനെ കാലിങ്ങനെ ചവിട്ടി കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് ബ്രേക്ക് ഇതാന്ന് നമ്മൾ ഫിസിക്കലി നമ്മൾ ഇതുമായിട്ട് ഒരു എന്താ പറയുക, ലിങ്കിങ് വേണം. എപ്പോഴും ഒരു എമർജൻസി ഘട്ടങ്ങളിൽ ഒരു ബ്രേക്ക് ചെയ്യേണ്ട സമയങ്ങളിൽ ഗിയർ മാറിപ്പോണ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഇതിന് പേടിക്കാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് സ്റ്റാർട്ടാക്കാൻ പറ്റിയ വണ്ടി, റോയൽ എൻഫീൽഡ് കൂടുതൽ ഏറ്റവും ഈസി ആയിട്ട് സ്റ്റാർട്ടാക്കാൻ പറ്റിയ വണ്ടി സ്റ്റാൻഡേർഡ് വണ്ടിയാണ് കേട്ടോ. ഇത് സ്റ്റാർട്ടാവുമെന്ന് അറിയില്ല. ഇത് ഞാനൊരു വർക്ക് ഇതിൻ്റെ മുകളിൽ എടുത്തിട്ടില്ല. നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. കാര്യം തന്നെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ഇപ്പം അടുത്ത് ശ്രദ്ധിക്കാനുള്ള ഒന്നുമില്ല. ഇത് ഓക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. നമ്മൾ കുറേ ദിവസം നിർത്തിയിട്ട വണ്ടിയൊക്കെയാണ്, വെറുതെ ഒന്ന് ഫ്രീ കിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ വണ്ടി ജസ്റ്റ് ഒന്ന് ആംബർമീറ്റർ പിന്നെ ഡീകംപ്രഷൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഫ്രീ ആയിട്ട് കിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പെട്രോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഞാൻ അടിച്ച് നോക്കുകയാണ്, ആവുമെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, ഉണ്ടോ? ഇപ്പോൾ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. അപ്പോൾ എപ്പോഴും നമ്മൾ അവിടെ നിന്ന് ആദ്യം തന്നെ പോയി കുറേ ഒറ്റയടിക്ക് സ്റ്റാർട്ടാക്കി ആക്സിലേറ്റർ ത്രോട്ടിൽ കൊടുക്കരുത്. കുറച്ച് ഫ്രീ കിക്ക് ചെയ്ത് പെട്രോൾ തുറന്നിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഒറ്റയടി അടിച്ച വണ്ടി സ്റ്റാർട്ടാവും. അപ്പം വണ്ടി എഞ്ചിൻ്റെ സൗണ്ട് നോക്കുക, കറക്റ്റ് ഓക്കെയാണ്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ട ഇതാണ്, നമ്മളെ മൈൻഡ് ഇടത്തേക്കാല് ബ്രേക്കിന്റെ മുകളിലാണ് എന്നുള്ളത് കേട്ടോ. പിന്നെ അത് രണ്ടും കൂടെ ഉൾപ്പെടുത്താതിരിച്ചു. ആ ഒരു സുഹൃത്തിന് നമുക്ക് വീഡിയോ ഓടിക്കാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചതിന്റെ ചെറിയ ഒരു ഇതാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള പൂർണ്ണമായിട്ടും അടുത്ത വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഇടത്തേക്ക് വലത്തേക്ക് ഫ്രണ്ട് ബ്രേക്ക്, ഇടത്തെ കാല് ബ്രേക്കിന്റെ മുകളിൽ സെറ്റാക്കുക. എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, ബുള്ളറ്റ് പറഞ്ഞ വാഹനം ഒരിക്കലും ഒരു ബ്രേക്കിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. രണ്ട് ബ്രേക്കും സപ്പോർട്ടീവായിട്ട് ചെയ്യട്ടോ. നോക്കാം, ഞാൻ ക്ലച്ച് പിടിക്കുന്നു, ടോട്ടൽ ഒഴിവാക്കുന്നു. നോക്കുക, ഗിയർ ഫസ്റ്റ് മുകളിലേക്കാണ് വരിക. ഫസ്റ്റ് ഗിയർ ഇട്ടു. പിന്നെ ബാക്കിയുള്ള എല്ലാ ഗിയറും സാധാരണ ചവിട്ടി താഴോട്ടാക്കി കൊടുക്കുക കേട്ടോ. ഈ താഴോട്ടാവുന്നതിനനുസരിച്ച് ഈ ഒരു ചെറിയ ഗിയർ ഉണ്ടല്ലോ, കുട്ടി ഗിയർ എന്നൊക്കെ നമ്മൾ പറയുന്ന ചെറിയ ഗിയർ, അങ്ങനെയാണ് പറയുന്നത്. ആ ഒരു ഭാഷയുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാണ്. ഈ ഒരു ഗിയർ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, എമർജൻസി ഘട്ടങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ന്യൂട്രലിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ, ന്യൂട്രലിലേക്ക് സെറ്റപ്പാണ് സാധാരണ ഇതിൽ ഇത് ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. ഇത് ചവിട്ടി താഴോട്ടാക്കി കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രലിലേക്ക് അല്ല ഫസ്റ്റിലേക്ക് പോയി നിൽക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ സിസ്റ്റം. അപ്പൊ ഞാനിത് ഫസ്റ്റ് ഗിയർ മുകളിലേക്ക് അമർത്തി പിടിച്ചു. ഇനി ഞാൻ ബ്രേക്കിൽ കാലേശം ചെറിയ ഇറക്കാണ്. നോക്കാം, ബ്രേക്ക് രണ്ട് ബ്രേക്കും സപ്പോർട്ട് ചെയ്യുക. ഒരു ബ്രേക്ക് ബുള്ളറ്റ് പറഞ്ഞ വണ്ടി, ഈ വണ്ടിയാണോ യൂസ് ചെയ്യുകയാണെങ്കിൽ, പിന്നെ SE എഞ്ചിൻ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു ബ്രേക്കിൽ ചവിട്ടി നിർത്താൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് രണ്ട് കാര്യം അതുള്ളത്, വണ്ടി ചവിട്ടിയാൽ പിടിച്ചോട് നിൽക്കില്ല, സ്കിഡാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
മാത്രമല്ല അതല്ല വേറെ ലാഭം കൂടെ, ബ്രേക്ക് ഷൂന്ന് ഇരട്ടി ലൈഫ് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇട്ടു. പിന്നെ ഒരു 20 സ്പീഡൊക്കെ എത്തിയതിന് ശേഷം ഗിയർ ചേഞ്ച് ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യണം. അതിന്റെ പ്രോപ്പർ രീതി എങ്ങനെയാണ്. പിന്നെ ഒരു സ്പീഡ് കൂടി ആയിട്ട് ടോപ്പ് ഗിയറിൽ നിൽക്കരുത്. പിന്നെ ഈസി ആയിട്ട് വണ്ടി ടോപ്പ് ഗിയറിൽ എത്തിയിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് പഴയ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഈ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ആംബിയർ കറക്റ്റായി സെന്റർ ആക്കിയതിനു ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ല റിട്ടേൺ ഒക്കെ ടൈമിംഗ് ഒക്കെ ചെറിയ രീതിയിൽ തെറ്റിയ വണ്ടിക്കാണ് റിട്ടേൺ കാല് തിരിച്ചടിച്ചാൽ കാലിൽ ഉപ്പൂറ്റി പോകും കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. കറക്റ്റ് ടൈമിംഗ് അല്ല എങ്കിൽ കാല് തിരിച്ചടിച്ച് ഉപ്പൂറ്റി പോകും. അപ്പൊ അതിന് നമുക്ക് കിക്കർ അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇതിപ്പം സാധാരണ ഇപ്പൊ വണ്ടി പോണതൊക്കെ ഒരു കുതിര പോണയിലാണ് സാധനം പോണത്. അപ്പൊ കസ്റ്റമറും വൈഫും കൂടെ ഒന്നിച്ചായിരുന്നു വന്നെന്ന് തോന്നുന്നു. അപ്പൊ വണ്ടി ഇതിപ്പോ ഇപ്പൊ ഈ കണ്ടീഷനിൽ വണ്ടി ഓടിക്കാൻ കഴിയില്ല. വണ്ടി എഞ്ചിനൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. എഞ്ചിന് യാതൊരു വിഷയമല്ല വണ്ടിക്ക് നിലവിൽ. എന്നാൽ എഞ്ചിനൊക്കെ അയക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനത് സപ്പോർട്ടീവ് അല്ല. എഞ്ചിൻ അയക്കേണ്ട കാര്യങ്ങൾ ഫ്ലഷ് ചെയ്താൽ മാത്രം മതി. അപ്പം ഫ്ലഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്തൊരു ചെയ്യാം കേട്ടോ. കാരണം സമയം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കലും വർക്ക് എടുക്കലും തിരക്കില് വന്നു കഴിഞ്ഞാൽ വർക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ കവിഞ്ഞ് വേറൊരു മത്സരത്തിലേക്കായിട്ട് പോകാത്തത് കൊണ്ട് പല വീഡിയോകളും ഞാൻ ചെയ്യാൻ വൈകുന്നത്. പല ആളുകളും ചെയ്യുന്ന എഞ്ചിൻ വശം വീഡിയോ ചെയ്യുമെന്നുള്ളതൊക്കെ ഞാൻ ചെയ്യാം. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ വീഡിയോ ഞാൻ ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മളെ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ മാക്സിമം റോയലും പിന്നെ കസ്റ്റമേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുകൊണ്ട് വഴിയിൽ ഒരാൾ കുടുങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പെട്ടുപോയി കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ആളുകൾ ഫ്യൂസ് ബോക്സ് വരെ ചോദിച്ചാൽ അറിയാത്ത ഒരു വണ്ടി പെട്ടെന്ന് ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഫ്യൂസ് വരെ ഇവിടെ നിന്ന് അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കിടയിലുണ്ട്. ചില സാഹചര്യങ്ങൾ കുടുങ്ങി കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചാൽ പോലും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് കൂടുതലായിട്ട് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ ഒരു മെക്കാനിക്സിനെയോ ആളെയോ വർക്ക് പഠിപ്പിക്കുക എന്നുള്ളത് അവരെ ഇതിൽ കൊണ്ടെടുക്കുക, പിന്നെ കൊണ്ടുവരിക, അവർ ഇതിലെ ഒരു എന്താ പറയാ ഒരു കമന്റ്, ചില കമന്റ് കേൾക്കണപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. എന്റെ സംസാരത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്റെ കുറ്റമല്ല, എന്റെ സംസാരത്തിന്റെ ശൈലി അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പോ ഏതായാലും നമ്മൾ ഈ വണ്ടി ജമ്പ് ചെയ്താണ് വണ്ടി ഓടുന്നത്. ഈ ജമ്പ് ചെയ്യാനുള്ള മെയിൻ കാരണം വീലിന്റെ ഡ്രോയിങ് ഔട്ടാണ് കേട്ടോ. അതായത് അപ്പ് ആൻഡ് ഡൗൺ ആണ് ചെയ്യുന്നത്. അപ്പ് ആൻഡ് ഡൗൺ കാണുന്ന സമയങ്ങളിലാണ് വീൽ റിം അപ്പ് ആൻഡ് ഡൗൺ വണ്ടി ജമ്പ് ചെയ്ത് ഇത് ഹാൻഡിൽ ബാർ ആണ് നോക്കുക. ഈ ചാട്ടം, ഈ ജമ്പിങ് നോക്കേണ്ടല്ലേ. ഈ ഒരു ജമ്പിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. വണ്ടി തീരെ ഓടിക്കാൻ നമുക്ക് കഴിയില്ല. മാത്രമല്ല ഒരു കൈ വിട്ട് കഴിഞ്ഞാൽ അപ്പം വണ്ടിന്റെ ബാലൻസ് പോകും. ബ്രേക്കിംഗ് സമയങ്ങളിലും വണ്ടി ബാലൻസ് പോകും. അതുകൊണ്ട് മാക്സിമം വണ്ടിന്റെ ഡ്രോയിങ് കറക്റ്റ് ആക്കിയിട്ട് തന്നെ ചെയ്യാം. പല കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡ്രോയിങ് കറക്റ്റ് ആകാം, വീൽ റിംഗ് കറക്റ്റ് ആവാം. പിന്നെ ചില സമയങ്ങളിൽ എന്താ പറയാ ഒറിജിനൽ വീൽ റിം വരെ ചില സീൽ ഔട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ എല്ലാ പാർട്സും ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും റാൻഡം ടെസ്റ്റും ഫാസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ആയപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം. അത് നമുക്ക് കിട്ടുമ്പോൾ കയ്യിൽപ്പെടാതിരിക്കട്ടെ. അതെല്ലാവരും വീൽ റിം ആണെങ്കിൽ ശ്രദ്ധിച്ചൊന്ന് വാങ്ങിക്കുക കേട്ടോ. അപ്പം വീൽ റിം ഡ്രോയിങ് ഔട്ട് ഉണ്ടെങ്കിൽ റെഡി ആയി കഴിഞ്ഞാൽ റൈഡ് ക്വാളിറ്റി നല്ല വർദ്ധിക്കും. നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് സ്റ്റഡി ആയിട്ട് വണ്ടി റോഡ് കിടന്ന് ഓടും. പിന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ട് ഷോൾഡറിനോ കൈക്കോ ബാക്കിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ബാക്കിൽ സീറ്റിൽ പുറകിലിരിക്കുന്ന ആളുകൾക്കാണ് ബാക്കിൽ ഒരു പിടുത്തം തോന്നുന്നത്. അതായത് വണ്ടി മോബ്ലിംഗ് ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബാക്കിൽ ടയറാണ് റണ്ണൗട്ടായിരിക്കുന്നത്. അതേമാതിരി പുറകിൽ ഹാൻഡിൽ ബാർ ആണ് ചെയ്യുന്നതെങ്കിൽ 60ന്റെ മുകളിൽ പോകുമ്പോൾ ഇതിപ്പോ ലോ സ്പീഡിലോ നല്ലോണം ഉണ്ട്. 60ന്റെ മുകളിൽ പോയാലേ ചെറിയ രീതിയൊക്കെ ചെറിയ ബെൻഡും ചെറിയ ഡ്രോയിങ് ഔട്ടൊക്കെ ഉണ്ടാവും മനസ്സിലാവുള്ളൂ. അപ്പൊ അത്യാവശ്യത്തിൽ കുഴപ്പമില്ലാതുകൊണ്ട് തന്നെ ചെറിയ സ്പീഡിൽ നമുക്ക് ഒരു 40 സ്പീഡിലാണ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ ബുള്ളറ്റ് ഓടിക്കാൻ ശ്രമിക്കുന്ന ആള്, ആരും പഠിക്കാത്ത ആള് വളരെ കുറവായിരിക്കും. നല്ല ആഗ്രഹം കൊണ്ട് ബുള്ളറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ വളർന്ന തലമുറൊക്കെ ഉണ്ടാവും. അപ്പൊ ബുള്ളറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സാധാരണ ഒരു ബൈക്ക് മാതിരി ഇത് ഫീൽ ചെയ്യുക. അതുകൊണ്ട് മനസ്സിൽ അങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെക്കണം. കാരണം അത് ഭയം എന്നുള്ളത്, ഒരു പേടി, ബുള്ളറ്റ് ഓടിക്കാൻ കഴിയോ എന്നുള്ള ഒരു പിന്നെ മനസ്സിലുള്ള ഒരു ഭയം അതിന് ഒഴിവാക്കുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് എടുക്കുക. അത് സിമ്പിൾ ഒരു ബൈക്ക് തന്നെയാണ്. ഇത് വേറെ വിഷയങ്ങളില്ല. കുറച്ച് വെയിറ്റുള്ള വണ്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വണ്ടി ഓടിക്കുന്ന കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് സാധാ ബൈക്ക് ഓടിക്കുന്ന മാതിരി ഓടിക്കാം. പിന്നെ പഴമുള്ള വണ്ടിന്റെ ഏറ്റവും ആകെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ഗിയറിന്റെ വിഷയം മാത്രമേ ഉള്ളൂ. അപ്പം ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ ബ്രേക്ക് എന്നുള്ളത്. നമ്മൾ ഫിസിക്കലി നമ്മളെ ബോഡി ആയിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ചെയ്യാവുള്ളൂ. അത് വെറുതെ നിൽക്കുന്ന സമയത്ത് കാല് കുറച്ച് ദിവസം ചവിട്ടി റെഡിയാക്കി തന്നെ നമുക്ക് ആ സംഗതി റെഡി ആവട്ടെ. പിന്നെ 2010 എന്ന് പറഞ്ഞ ഈ ഒരു വാഹനം ഞാൻ ഇതിന് ലോഞ്ച് ടോർക്ക് കാണിച്ചു തരാം.
ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ല ഹെവി ക്രാങ്ക് വണ്ടി തന്നെയാണ്. പക്ഷെ നല്ല വണ്ടി തന്നെയാണ്, വണ്ടിക്കൊന്നും യാതൊരു വിഷയമൊന്നുമില്ല, ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ്. 2010 വണ്ടി ആകുമ്പോൾ പഴയ വണ്ടിയേക്കാളും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എന്താ പറയാ അയച്ച് നാശമാക്കിയ വണ്ടികളായിരിക്കില്ല എന്നുള്ളതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം ത്രെഡ് പോയിട്ട് ത്രെഡ് ഒപ്പിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ത്രെഡ് എക്സ്ട്രാ ത്രെഡ് ചെയ്ത് സ്ലീവ് അടിച്ച് ത്രെഡ് ചെയ്ത് ഒക്കെ ചെയ്യുന്ന വണ്ടികൾ ഉണ്ടാവും. അതൊക്കെ ചില സമയത്ത് വഹിക്കുന്ന സമയങ്ങളിലാണ് കൂടുതലും ചില മെക്കാനിക്സ് ഇത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പൊ ഈ ഓയിൽ ലീക്ക് അല്ലെങ്കിൽ തന്നെ ഈ സാധനത്തിന്റെ ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞ ചില സമയങ്ങളിൽ ചില ആളുകൾ ബുദ്ധിമുട്ടാണ് നിർത്താൻ വേണ്ടിയാണ്. ഏതെങ്കിലും ത്രെഡ് ഒരു ഓവർ ടൈറ്റ് ചെയ്താലോ അതല്ലെങ്കിൽ ടൈറ്റ് കുറഞ്ഞാലോ അല്ലെങ്കിൽ അതിന്റെ ഫേസിങ് സീറ്റിങ്ങിന്റെ ഫേസിങ് പോയാലോ ഒക്കെ ഈ ഓയിൽ ലീക്ക് വരും. അപ്പം ആ സമയങ്ങളിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടുതലായിട്ട് തരണം ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ പഴയ വണ്ടികൾ എടുത്തിട്ട് ഈ ത്രെഡ് ഓവർ സൈസ് ത്രെഡുകളൊക്കെ ചെയ്യുന്ന വണ്ടികൾ ചിലപ്പോൾ ഓയിലേക്ക് വരാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് 2500 2050 വരെയുള്ള കമ്പനി ഹെവി ക്രാങ്ക് വണ്ടി എല്ലാവരും തപ്പി നടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു അഡ്വാൻറ്റേജ് ആണ് അതിന് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഓടിക്കാനുള്ള ഒരു സ്മൂത്ത് സുഖം എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാളും ഓടിക്കാൻ സുഖം പഴയ വണ്ടികൾ. പിന്നെ ഇതിന് മുന്നേ വന്ന ES വണ്ടികൾ പല ആളുകളും പല വിദഗ്ധരായ മെക്കാനിക്കിന്റെ കഴിവ് കൊണ്ടും നല്ല ലൈറ്റ് വർക്കേഴ്സിന്റെ കഴിവ് കൊണ്ടും നല്ല രീതിയിൽ ബാലൻസിംഗ് ഉള്ള ക്രാങ്കൊക്കെ വെയിറ്റ് കൂട്ടി നല്ല വിദഗ്ധരായ മെക്കാനിക്കിന്റെ കൈത്തായ്മ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് ഒരുപാട് വണ്ടികൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ആ വണ്ടി കയറി ഓടിച്ചാൽ തന്നെ ആ വണ്ടിയുടെ ഫീല് കിട്ടും. അപ്പൊ ആ ഒരു ഫീല് കിട്ടുന്ന വണ്ടിയാണ് ബുള്ളറ്റ് എന്നുള്ളത്. നമുക്ക് 2005 മുതൽ 2009 എന്നുള്ള ഒരു തന്നെ എന്നുള്ളത് മെയിൻ ആയിട്ടൊരു അഡ്വാൻറ്റേജ് ഞാൻ ഈ പറഞ്ഞ സംഗതി മാത്രമേ ഉള്ളൂ. 8 വോൾട്ട് 8 ഏകദേശം കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് കിടക്കും. അധികമൊന്നും അയച്ച് പണിയാത്ത വണ്ടിയൊക്കെ 1-2 പ്രാവശ്യം മാക്സിമം ഏറി വന്നാല് നമ്മൾ ആ വണ്ടി വർക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്യാത്ത വണ്ടികളാണ് കൂടുതലാണ്. എന്നാൽ അഥവാ എന്തെങ്കിലും കാരണവശാൽ നമ്മളെ ബൈ മിസ്റ്റേക്ക് നമ്മുടെ ഉപയോഗത്തിന്റെ പ്രശ്നം കൊണ്ട് പിന്നെ വന്നിട്ടുള്ളതാണെങ്കിൽ ഓക്കെ അയച്ചിട്ടുണ്ടാവാം. എന്നാലും വല്ല തീരുമാനം വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് 8 വോൾട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ആയി നിൽക്കും. ഓയിൽ ലീക്ക് വളരെ താരതമ്യേന കുറവായിരിക്കും എന്നുള്ളതാണ് 2005 വണ്ടിയുള്ള സ്റ്റാൻഡേർഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, അതല്ലാതെ ബാക്കി എല്ലാ വണ്ടികളും നമുക്ക് ടോർക്കി ആക്കി എടുക്കാൻ പറ്റും. ബുള്ളറ്റിന്റെ ഒരു ഫീലും ഇതും എല്ലാ വണ്ടികളും കിട്ടും എന്ന് കരുതി എനിക്ക് 2005 മുതൽ 9 വണ്ടികൾ അന്യായ വിലക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നുമാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം അന്യായ വിലക്ക് 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ട് വണ്ടി വാങ്ങിച്ച് പണിയുമ്പോൾ നല്ല പൈസ വരും. അപ്പൊ അതിനേക്കാളൊക്കെ നല്ല വണ്ടികളൊക്കെ മാർക്കറ്റിൽ പിന്നെ ഓടിയിട്ട് നല്ല ഫിറ്റ് ആയിട്ടുള്ള ഓയിൽ ലീക്ക് ഒന്നും ഇല്ലാത്ത വണ്ടികൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് നല്ല ശ്രദ്ധിക്കണം. ഓയിൽ ലീക്കോട് നിങ്ങൾ വണ്ടി എടുക്കുന്നെങ്കിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക കേട്ടോ. പഴയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എഞ്ചിൻ കേസിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനം വന്നിട്ട് കേസിങ് മാറ്റേണ്ട അവസ്ഥകൾ വരുന്ന സമയങ്ങളിൽ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിരിക്കും. എന്നാലും ചെയ്തെടുക്കാൻ പറ്റാത്ത വിഷയമൊന്നുമില്ല. അപ്പൊ എന്നാലും ചെറിയ വിലക്ക് ഞാൻ പറയാം, എപ്പോഴും ഞാൻ നിങ്ങളൊരു ചെറിയ ഉപദേശം തരാം. എപ്പോഴും 60, 70, 75 രൂപയിൽ ഒരു 50 രൂപന്റെ ആ ഒരു റേഞ്ച് 60 രൂപയിലൊക്കെ അത്യാവശ്യം ഡെഡ് വണ്ടികളോ അതല്ല എങ്കിൽ അത്യാവശ്യം റണ്ണിങ് കണ്ടീഷനുള്ള വണ്ടികളോ മാത്രം എടുക്കാൻ നോക്കുക. പണിയാനാണെങ്കിൽ ആവറേജ് വൃത്തിയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, അവിടെയൊക്കെ പെയിന്റ് ഒക്കെ ടച്ച് ചെയ്തിട്ട് നല്ല 1-1.25 ലക്ഷം രൂപ വാങ്ങുന്ന വണ്ടിയുടെ ദയവ് തന്നെ പുറകുന്ന ഒഴിവാകില്ല. കാരണം നിങ്ങൾക്ക് 1.25 ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി വാങ്ങിക്കും, വീണ്ടും അത്ര തന്നെ ക്യാഷ് മുടക്കിയാലെങ്കിൽ ആ ഒരു വണ്ടി നിങ്ങളേതായ രീതിയിൽ ഒരു ബ്രാൻഡ് ന്യൂ ഇതിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ റേഞ്ച് വളരെ ഹൈ ആയിട്ട്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ, വർഷങ്ങളോളം എക്സ്പീരിയൻസിൽ 60-70 ആ റേഞ്ചിലാണ് റണ്ണിങ് കണ്ടീഷൻ വണ്ടിയുടെ വില വരുന്നത്. അപ്പൊ ആ ഒരു വണ്ടി നിങ്ങൾ എടുക്കുക, എന്നിട്ട് നല്ല രീതിയിൽ വർക്ക് എടുക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് വർക്ക് എടുക്കുക. കഴിയുന്നത് നിങ്ങൾ സാന്നിധ്യം എല്ലാ സാഹചര്യങ്ങളും വർക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു വണ്ടി എടുത്തിട്ട് എനിക്കിത് ഫുള്ള് പണിയണം, എത്ര പൈസ ആയാലും കുഴപ്പമില്ല എന്നുള്ള സംസാരം ഒന്നും എവിടെയും പോയി സംസാരിക്കരുത്. കാരണം അത് ഒരു വിധത്തിലൊരു ചൂഷണത്തിന് ഇടയാവാനുള്ള സാധ്യത കൂടുതലാണ്. വിളിക്കാൻ എത്ര ക്യാഷായാലും കുഴപ്പമില്ല എന്നൊരു മൈൻഡ് സെറ്റ് മെക്കാനിക്സിനും വരും, എടുക്കുന്നവർക്കും വരും. അപ്പം ആവശ്യമില്ലാത്ത കുറെ പണികൾ എടുക്കാനും അന്യായമായ കുറെ ബില്ല് വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളെ ഒരു ടൈറ്റ് ബഡ്ജറ്റിലാണ് എന്നുള്ള ഒരു ഇതിൽ തന്നെ വണ്ടി പിന്നെ വർക്കിന് കൊടുക്കാവൂ. എന്നിട്ട് നിങ്ങൾ ഇഷ്ടത്തിലേക്ക് ആക്കി ചെറിയതിലും പ്ലസ് ചെയ്ത് കൊണ്ടുവരാൻ. അല്ലാതെ എനിക്ക് പൈസ എത്രയായാലും കുഴപ്പമില്ല നിങ്ങൾ വണ്ടി പണിതോളൂ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്ന ഒരുപാട് വണ്ടികൾ 1.70, 1.80, 1.90, 2 ലക്ഷം വരെ കൊടുത്ത് പണിത വണ്ടികളൊക്കെ എന്റെ സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ നമുക്കൊക്കെ ഒരു 1 ലക്ഷം റുപ്യന്റെ മുകളിലേക്ക് വണ്ടിക്ക് ആയി എന്ന് പറയുമ്പോൾ എനിക്ക് കസ്റ്റമറോട് പറയാനൊരു മടിയാണ്, ഇത്രയും ക്യാഷ് ആയിട്ടോ എന്നുള്ളത്. അപ്പം ഒന്ന് ശ്രദ്ധിക്കട്ടെ, എങ്ങനെയാണ് പൈസ എത്ര ആവുന്നതെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് വിശദീകരിച്ച് തരാൻ കഴിയില്ല.
അപ്പൊ ഏതായാലും അന്യായമായിട്ട് പൈസ മുടക്കി നിങ്ങൾ വണ്ടി പണിത് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ ക്രേസും നമ്മുടെ ആ ബുള്ളറ്റിനുള്ള അതിയായ ആഗ്രഹവും മറ്റുള്ളവർക്ക് മുതലെടുപ്പിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. പല കമന്റും ഞാൻ എന്നോട് പറയാറുണ്ട്. ചില ആളുകൾ ഈ സ്ക്രാപ്പിന് ഏതൊരു കമന്റ് കണ്ടിരുന്നു, എവിടെയോ ഒന്ന് ഫേസ്ബുക്കാണോ ഇൻസ്റ്റയിലാണോ യൂട്യൂബിലാണോ എന്ന് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. ഏതായാലും ഈ സ്ക്രാപ്പ് വണ്ടികളൊക്കെ എടുത്തിട്ട് പിന്നെ സ്ക്രാപ്പ് കളയേണ്ട വണ്ടി എടുത്ത് പണിതിട്ട് അവരെ കോടീശ്വരന്മാരാക്കണോ എന്നുള്ളത് അത് ഒരു പരിധി വരെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഇതായിട്ട് നിന്നിട്ട് വർക്ക് എടുത്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതിൽ മെയിൻ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എത്ര ക്യാഷ് ആയാലും ഇതിനൊക്കെ ആളുണ്ട്, എടുത്തോളും, ഇത്രയും പൈസ മുടക്കിക്കോളും എന്നുള്ള ഒരു കാഴ്ചപ്പാട് എടുക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഓർമ്മ ഉണ്ടായിരിക്കും ക്യാഷ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്ര പൈസ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെയാണ് ഇതിന് ഇങ്ങനെയാണ് പറഞ്ഞ് നിങ്ങൾക്ക് അത് ഓപ്പോസ് ചെയ്യാൻ വരെ പറ്റില്ല. അപ്പൊ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഏതായാലും എവിടെ വർക്ക് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ആ ബില്ലൊക്കെ നോക്കി ഒന്ന് കമ്പയർ ചെയ്ത് ഒന്ന് എന്താ പറയാ എന്തൊക്കെ വർക്കാണ് എടുത്തതെന്നുള്ളത് ശരിക്കും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര പൈസയാവും, ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര ക്യാഷ് ആവും എന്നുള്ളത് ശരിക്കും ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഏകദേശം ഒരു എന്താ പറയാ നിങ്ങളൊരു ബഡ്ജറ്റിനനുസരിച്ച് ഇറക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുത്താൽ നിങ്ങൾ അനാവശ്യമായിട്ട് ചെലവാകുന്ന ഈ പൈസയിൽ നിന്ന് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. കാരണം എനിക്ക് തന്നെ സത്യം ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല, അപ്പൊ ആര് ചൂഷണം ചെയ്യുന്നു ആര് കുട്ടിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും കാശൊക്കെ മുടക്കിയിട്ട് ഒരു ബുള്ളറ്റ് പണിയണോ എന്ന് പണിയുന്നതാണ് എനിക്ക് കൂടെ തോന്നുന്ന സംഗതിയാണ് കേട്ടോ. ഇപ്പൊ പേഴ്സണലി ഞാനൊരു 10-30 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഇല്ലെങ്കിലും കൂടെ എനിക്ക് എന്താ പറയാ അതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്റെ അടുത്ത് അങ്ങനെ തന്നെ ക്യാഷ് മുടക്കി പണിയാൻ വന്നാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കൂല കേട്ടോ. ഓക്കെ, ക്യാഷ് അങ്ങനെ ആവില്ല എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. ഇത്രയും പല വർഷം എക്സ്പീരിയൻസിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള റേഞ്ച് 1.5 ആ റേഞ്ചൊക്കെ വന്നിട്ടുള്ളൂ. മാക്സിമം 1.5 1.6 അതന്നെ ഫുള്ള് റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ ഡെഡ് വണ്ടി ആയതിന്റെ ഇതിൽ വന്നതാണ്. ഡെഡ് എന്ന് പറഞ്ഞാൽ ചേസും എഞ്ചിനും ഷാസിയും എഞ്ചിന്റെ കവറൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വന്നാലല്ലാതെ സാധനഗതിയിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു പോളിസി കേട്ടോ. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ 2009 വണ്ടി എടുക്കുന്ന ഞാൻ ഇതിന്റെ ടോർക്കാണ് കാണിച്ചിരുന്നത്. 2010 വണ്ടി എടുക്കണോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ടോർക്ക് നോക്കട്ടോ, ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പം പില്ലൻ റൈഡർ ടോപ്പ് ഗിയറിലാണ് ഈ വണ്ടി പോകുന്നത്. അപ്പൊ ഈ വണ്ടി പോകുന്നത് 35 സ്പീഡിലാണ്. വണ്ടി ഇടിക്കുന്നില്ല, നോക്കാം മീറ്ററിൽ നോക്കുക, ലൈറ്റ് ഉണ്ട് അല്ലേ, 35 സ്പീഡിലാണ് ഈ വണ്ടി ഇപ്പം പില്ലൻ റൈഡർ ഈ വണ്ടി ഓടുന്നത്. ഇതിന് ഇത്രയും ടോർക്കേ നമ്മൾ പ്രതീക്ഷിക്കാവൂ. പിന്നെ ചില ആളുകള് 20 ലോടും 25 ലോടും 15 ലോടുന്നൊക്കെ പറഞ്ഞാൽ വണ്ടി ഓടുന്ന് പറഞ്ഞാൽ നടക്കുന്നേ പറയാൻ പറ്റില്ല, ഓടില്ല കേട്ടോ വണ്ടി. റോട്ടിൽ കൊടുത്ത വണ്ടി നീങ്ങില്ല, ഒരു ഓവർടേക്കിങ്ങിന് വരെ ആ വണ്ടി പറ്റില്ല. നമുക്ക് അത്യാവശ്യം നല്ല സ്ലോ ഡൗൺ ഒക്കെ ചെയ്യേണ്ട ഗിയർ അങ്ങ് ഡൗൺ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഇതൊരു ഗിയർ ഡൗൺ ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇത് 30-30ന്റെ താഴെക്കാട് പോകും. അപ്പൊ ഈ 30ന്റെ താഴെ 20ന്റെ താഴെ പോകണമെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടി എഞ്ചിൻ കേസ് ഒക്കെ ബോർ ചെയ്ത് നശിപ്പിച്ച് എഞ്ചിൻ കേസ് ഒക്കെ ആ ഒരു സൈഡൊക്കെ ബോർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ കേസിന് ആകെ എത്ര കനമുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഒരു ഭാഗം ബോർ ചെയ്ത് എന്തെങ്കിലും ജസ്റ്റ് ഒരു കല്ല് അതിന്റെ മുകളിൽ അടിച്ചാൽ മതി, ആ എഞ്ചിൻ കേസ് ആ ഭാഗം ഹോള് വരും കേട്ടോ. അപ്പൊ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് നമുക്ക് സ്ലോ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. കാരണം ക്രാങ്ക് വെയിറ്റ് കുറച്ച് കുറഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. യാതൊരു ചെറിയൊരു ഡിഫറൻസ് എന്നല്ല, വല്ലാതെ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ 25-30 എന്റെ വണ്ടി ഓർഡർ എന്ന് പറഞ്ഞാൽ ആ വണ്ടി ഒരു ഓവർടേക്കിങ്ങിന്റെ സമയങ്ങളിലോ വണ്ടി കുറച്ച് സ്പീഡിൽ എപ്പോഴും നമുക്ക് സ്ലോ റൈഡിങ് അല്ലല്ലോ ഉണ്ടാവുക. അപ്പൊ ഓവർടേക്കിങ്ങിന്റെ സ്പീഡ് റൈഡിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം ഹെവി ക്രാങ്ക് എന്നുള്ളത് മാക്സിമം ഒരു 10.5 അധികമാണ്. എന്നാലും 10.5 മാക്സിമം ചെയ്യാം. 10.3 ആ ഒരു ഏജ് 10.5 ഇൻക്ലൂഡ് കംപ്ലീറ്റ് ആണല്ലോ, ക്രാങ്കിന്റെ മാത്രം 10.5 അല്ല, കണക്ടർ റോഡ് അതിന്റെ പിന്നെ അതിന്റെ ഷാഫ്റ്റ് എല്ലാം കൂടെ ഉള്ള ഒരു വെയിറ്റ് ആണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു 10 kg ആണ് മാക്സിമം നമുക്ക് അതിന്റെ ഒരു 9 സംതിങ് വെയിറ്റേ വരുള്ളൂ ക്രാങ്കിന്റെ. അത് ഞാൻ വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. പൊളിക്കുന്ന സമയത്ത് ഓരോ എത്രയാണ് വെയിറ്റ് വെക്കേണ്ടതെന്നുള്ളത്, അത്ര വെയിറ്റ് വെച്ചാൽ നമുക്ക് ഈ ഒരു ലോ എൻഡ് ടോർക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടെ അത്യാവശ്യമായിട്ട് ഹൈ സ്പീഡ് എടുക്കാനും കൂടെ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആ ഒരു ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് 2005 മുതൽ 2009 വരെയുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈ സ്പീഡ് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. മാത്രമല്ല
ലോ സ്പീഡിൽ അത്യാവശ്യം, അതായത് ഞാൻ പറയുന്നത് 30യിൽ പോകുന്ന ഒരിക്കലും 2005-9 വണ്ടി പറയില്ല. അതിന്റെ ക്ലച്ച് പ്ലേറ്റ് വരുന്ന ആ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് റോയൽ എൻഫീൽഡ് 2005 മുതൽ 2009 വരെയുള്ള വാഹനങ്ങളിൽ ക്രാങ്കും ബാക്കിയുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പഴയ വണ്ടികൾ അങ്ങനെയല്ല. പഴയ G2 വണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലോ സ്പീഡിൽ മാത്രം ഓടുക എന്നുള്ളതായിരുന്നു. ആ ലോ സ്പീഡിൽ ആസ്വദിച്ച് ഓടുന്നതാണ് G2 വണ്ടിയുടെ. അത് കാലത്തിന് മാറ്റം വരുന്നതിനനുസരിച്ച് പെർഫോമൻസിനോട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് ഓരോ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറ്റം ഉൾക്കൊണ്ട് തന്നെയാണ് CI എഞ്ചിൻ, UC എഞ്ചിൻ, സ്റ്റാൻഡേർഡ് 10.5 ക്രാങ്ക് വെയിറ്റും ബാക്കിയുള്ള ടെക്നോളജികൾ കൂടി അത്യാവശ്യം ഹൈ സ്പീഡിൽ ഓടാൻ പറ്റിയ, ഹൈ സ്പീഡിലും കൂടെ ഓടാൻ പറ്റിയ രീതിയിലും മാത്രമല്ല കുറച്ച് ഓടിക്കാൻ 40,000-50,000 കിലോമീറ്റർ ഓടിക്കാൻ ഇതിനേക്കാളും താഴെ ഓടാൻ പറ്റിയ 30-35 സ്പീഡിൽ 30 സ്പീഡിൽ ഓടാൻ പറ്റിയ രീതിയിലാണ് UC എഞ്ചിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആകത്തുക ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ വില കൊടുത്തിട്ടൊന്നും ഈ മുതലൊന്നും വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അത്രയും ക്രേസ് ഉള്ള ആളുകൾ ബുള്ളറ്റ് ഓൺ ചെയ്യണമെന്നുള്ള ആളുകൾ ചെറിയ വിലക്ക് ഒരു ബുള്ളറ്റ് എടുത്ത്, ഞാൻ പറയാം ഏതൊരു വണ്ടി ഏതൊരു റേഞ്ചിൽ എടുത്താലും ചിലവാകുന്ന പൈസ ഏകദേശം സെയിം ആയിരിക്കും. അപ്പൊ ആവറേജ് വണ്ടി എടുത്താൽ 1 ലക്ഷം 1.25 ലക്ഷം കൊടുക്കണമെങ്കിൽ ഒരു ഏകദേശം ഡെഡ് വണ്ടി എടുത്താൽ ഒരു 60,000 രൂപ 50,000 വണ്ടി കിട്ടുമെങ്കിൽ നിങ്ങൾ ബാക്കി 50,000 60,000 കൊടുത്താൽ വണ്ടി പണിതിറക്കി പുത്തനാക്കാട്ടോ. അവർ ആവറേജ് വണ്ടി ഒരിക്കലും നിങ്ങൾ വില കൂടുതൽ കൊടുത്തെടുക്കാതെ അത്യാവശ്യം നിങ്ങൾ പണിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ആവറേജ് വണ്ടി വലിയ വലിയ വിലക്ക് എടുക്കാതെ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന വണ്ടികൾ തന്നെ ഒരു റണ്ണാകില്ലെങ്കിലും അങ്ങനത്തെ വണ്ടികൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ചെറിയ വിലക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ഡിഫറൻറ്റ് ഒന്നും ഒരു ആവറേജ് വണ്ടി വറക്കെടുക്കുമ്പോൾ ഒരു പൂർണ്ണമായിട്ട് പോയ വണ്ടി വറക്കെടുക്കുമ്പോൾ വലിയ ഡിഫറൻറ്റ് ഒന്നും വരില്ല. അപ്പൊ അധികം കൊടുക്കുന്ന പൈസ എന്തായാലും അത്രത്തോളം തന്നെ എന്തായാലും വരില്ല. അപ്പൊ നിങ്ങൾക്ക് ആ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും പുത്തനായി കിട്ടുമെന്ന് മാത്രമല്ല പെർഫെക്റ്റ് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ അതൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, കമന്റ് ആണ്, വർക്ക്ഷോപ്പ് എവിടെയാ? ഞാൻ ശരിക്കും മലപ്പുറം ജില്ലയിലെ കാവന്നൂർ എന്ന് പറഞ്ഞ കോഴിക്കോട് മുക്കം മരീക്കോട് ആണ്. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. ഞാൻ മലപ്പുറം താമസമാക്കിയിട്ട് ഇപ്പൊ 10 വർഷം ആവുന്നുള്ളൂ. എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മലപ്പുറത്താണ് താമസം. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മുക്കം കൊടിയത്തൂർ സ്ഥലത്താണ് എന്റെ വീട് കിടക്കുന്നത്. അപ്പൊ പിന്നെ ബിസിനസ് പരമായി ഞാൻ ഇവിടെ താമസിക്കുന്നു. വീട് വെച്ച് ഇവിടെ തന്നെയാണ് താമസം കേട്ടോ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എവിടെയാണ് ലൊക്കേഷൻ, എവിടെയാണ് എന്താന്ന് ഒരാൾ ചോദിക്കാറുണ്ട്. അത് കോഴിക്കോട് ജില്ലക്കാർക്കും ഞാൻ മലപ്പുറത്ത് എൻ്റർ ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിൽ എൻ്റർ ചെയ്യുന്ന മുക്കത്തുനിന്ന് ശരിക്കും ഒരു 15-16 കിലോമീറ്റർ നമ്മുടെ ഷോപ്പിലേക്കുള്ളത്. അപ്പൊ മലപ്പുറത്തുനിന്ന് ഏകദേശം ഒരു 20-22 കിലോമീറ്ററോളം മലപ്പുറത്തുനിന്നും നമ്മളെ ഷോപ്പിലേക്ക് ദൂരമുണ്ട്. ഹൈവേ സൈഡിൽ തന്നെയാണ് വരുന്നത്. പിന്നെ പറയാനുള്ളത്, വർക്കിന് വേണ്ടി ആരും എന്നെ വിളിക്കരുത് ദയവ് ചെയ്ത്. കാരണം വർക്ക് എടുക്കാനോ റീസ്റ്റോർ ചെയ്യാനോ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഇപ്പൊ എന്നെ ദയവ് എടുത്ത് പിടിക്കരുത്. എനിക്ക് നിലവിലിപ്പോ ഞാൻ വർക്കൊന്നും എടുക്കുന്നില്ല. കാരണം നമ്മൾ എടുത്ത് ഫലിപ്പിക്കുന്ന നമ്മളെ കയ്യിലൂടെ ഒരു വണ്ടി എടുത്ത് തീർക്കുന്ന ഒരു പരിമിതി ഉണ്ട്. എല്ലാ വണ്ടികളും എടുത്ത് ഇങ്ങനെ വെറുതെ കൂട്ടിയിട്ട് വരുന്നത് വണ്ടി കൊണ്ടുവന്നോളം കൂട്ടിയിട്ടിട്ട് അവിടെ വെച്ച് പിന്നെ കൂടി അലമ്പാക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇപ്പൊ നിലവില് റീസ്റ്റോറേഷൻ ഏതൊരു കാര്യങ്ങളും എന്ത് വർക്കിന് പല ആളുകളും പല സ്ഥലത്തുനിന്ന് വിളിച്ച് വണ്ടിയോടെ കൊണ്ടുപോയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ആ വണ്ടികളൊന്നും ഏകദേശം ഒരു പിന്നെ വർക്ക് തീർന്ന് ഏതെങ്കിലും നിർത്താതെ എന്തെങ്കിലും ആവാതെ ഒരു വണ്ടികൾ ഇപ്പൊ എടുക്കുന്നതല്ല. വാട്സപ്പില് സംശയങ്ങൾ ചോദിക്കാൻ കഴിയുന്നതും എന്നെ വിളിക്കാതിരിക്കുക. കാരണം ഞാനിപ്പോ വിളിച്ച ഫോൺ അറ്റൻഡ് ചെയ്യില്ല. കാരണം എനിക്ക് സംശയം തീർക്കാൻ എന്നുള്ളതല്ല, നിങ്ങളെ സംശയം തീർക്കാനുള്ള എല്ലാ വീഡിയോസും 1 by 1 ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ വീഡിയോ നമുക്ക് വെയിറ്റ് ചെയ്യുക. ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് പറഞ്ഞുതരും എന്ത് സംശയം ഉണ്ടെങ്കിലും. അപ്പൊ അഥവാ എല്ലാവർക്കും എനിക്ക് എന്നെ കൊണ്ട് ഉപകാരമുണ്ട്, എന്റെ വീഡിയോന് ഉപകാരമുണ്ട്, എന്നോട് എന്റെ കാര്യങ്ങൾ സംശയങ്ങൾ നിങ്ങളെ വണ്ടിയുടെ കാര്യങ്ങൾ എന്റെ തീർക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ബട്ടണിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. അതല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് എന്റെ വാട്സപ്പ് മെസ്സേജ് കാണുന്നവർക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ഡീൽ ചെയ്യുക, എനിക്കത് എങ്ങനെയാണ് റീഡ് ചെയ്യാൻ കഴിയുക, എത്രത്തോളം മെസ്സേജ് എനിക്ക് ടൈമായി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളത്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. ആരൊന്നും വിചാരിക്കരുത്. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എന്തായാലും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ വേണ്ട വീഡിയോ എന്ന് ചോദിച്ചാൽ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്തു തരും. അടുത്തൊരു വീഡിയോ മുതൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.